ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കേക്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് പാല് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. റെഡ് വെൽവെറ്റ് കേക്ക് പോലെയുള്ള കേക്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പാലെന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കുക. അതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. അതുപോലെ കുറച്ച് കട്ടിയുള്ള പാലെടുക്കുന്നതാണ് നമുക്ക് അത്രയും നല്ലത്. ഇനി ഈ പാല് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചൂടായാൽ മതി. ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം, രണ്ടാണെങ്കിലും കുഴപ്പമില്ല. കുറച്ചുകൂടെ നല്ലത് വിനാഗിരിയാണ് കേട്ടോ. നാരങ്ങാനീരാകുമ്പോൾ കുറച്ചുകൂടെ പുളി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. പക്ഷേ ചേർക്കുമ്പോൾ ഓരോ സ്പൂണായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് കുറച്ച് നേരം ഇളക്കിയ ശേഷം അടുത്ത ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അടുത്ത ടേബിൾ സ്പൂണും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ കുറേശ്ശെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 4 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് ഇതുപോലെ പിരിഞ്ഞ് ആ ഒരു കട്ടകളായിട്ട് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഫുള്ളായിട്ട് ആ ഒരു വെള്ളവും പാലിൻ്റെ അംശവും കറക്റ്റായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയി കിട്ടണം. അപ്പോൾ നമ്മൾ ക്രീം ചീസാണ് ആദ്യം റെഡിയാക്കിയിട്ട് എടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ നന്നായിട്ട് എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഇതെല്ലാം ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് തുടങ്ങും, കണ്ടില്ലേ? അതുപോലെ ആ ഒരു വെള്ളം എന്ന് പറയുന്നത് നല്ലൊരു മഞ്ഞ കളറ് വരണം. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചിട്ടെടുക്കുക. അപ്പോൾ തുണി വേണം എന്നില്ല കേട്ടോ, അരിപ്പയിലൂടെ അരിച്ചാൽ മതി. കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരുപാടങ്ങ് ഡ്രൈ ഒന്നും ആവണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളം കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചിട്ടെടുക്കണം. അപ്പോൾ നിർത്തി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ ഇതിൻ്റെ ബാക്കി വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അടിച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യാണെങ്കിലും ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നെയ്യാണെങ്കിൽ കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് കട്ടയാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോഴേ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ ആണെങ്കിലും നമ്മൾ കുറച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ പെട്ടെന്ന്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്യാം. ബീറ്ററൊന്നും വേണമെന്നില്ല കേട്ടോ. ഇതുപോലെ സ്പൂൺ വെച്ച് ചെയ്താലും നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇപ്പോൾ അത്യാവശ്യം ബട്ടർ നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ്. അതൊരു 6 ടേബിൾ സ്പൂണൊക്കെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അത് നോക്കിയിട്ട് മധുരത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര പൊടിച്ചതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രീം നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ. ഇതുപോലെ വരും. അപ്പോൾ കുറേശ്ശെയായിട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ബട്ടർ ക്രീമാണ്. നമ്മൾ ഈ ഒരു ബട്ടർ ക്രീം തന്നെ കേക്കിൽ യൂസ് ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്രീമാണ് കേട്ടോ. ഇതുപോലെ ബട്ടറും പഞ്ചസാര പൊടിച്ചതും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബട്ടർ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ക്രീം ചീസ് കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് റെഡിയാക്കിയിട്ടെടുക്കുക. ഇപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചെടുത്തിട്ടുള്ള ആ ഒരു പാലിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീം ചീസും നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിലൊക്കെ ക്രീം ചീസാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഈ ക്രീം ചീസ് നമ്മൾ ഈ ബട്ടർ ക്രീമിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മുടെ ബട്ടർ ക്രീമിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ക്രീം നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ നമ്മളിതുപോലെ സ്പൂൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റിയിൽ ഈ ഒരു ക്രീം കിട്ടും. അപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ ക്രീം ചീസ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ക്രീം നമുക്ക് എല്ലാ കേക്കിലും യൂസ് ചെയ്യാം കേട്ടോ. എങ്കിലും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്ന റെഡ് വെൽവെറ്റ് കേക്ക്, റെഡ് ബി കേക്കിലൊക്കെ കുറച്ചുകൂടെ ടേസ്റ്റാണ് ഈ ഒരു ക്രീം. കാരണം ക്രീം ചീസും ബട്ടർ ക്രീമും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റുള്ള ക്രീമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇത് നമ്മൾ കേക്കിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടെടുത്താലും മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്, നിങ്ങളിതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ക്രീം ഉള്ളത്. കണ്ടില്ലേ, നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമാണ്. ഈ ക്രീം അത്ര പെട്ടെന്നൊന്നും മെൽറ്റ് ആവുകയുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളിതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ക്രീമൊക്കെ ആണെങ്കിൽ ചോക്ലേറ്റ് ക്രീമും ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്രീം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താങ്ക്